ഇന്നത്തെ വീഡിയോ കളക്ഷൻ ഡാറ്റ ടൈപ്സിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. കളക്ഷൻ ഡാറ്റ ടൈപ്പിലെ ഏറ്റവും ലാസ്റ്റ് വണ്ണായ ഡിക്ഷണറി ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു ഡിക്ഷണറി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ സിന്റാക്സ് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ അകത്ത് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് ഉള്ളത്, അത് എങ്ങനെയൊക്കെയാണ് പെർഫോം ചെയ്യുന്ന എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു ഡിക്ഷണറി എന്ന് പറയുമ്പോഴത്തേനും കീ വാല്യൂ പെയർ ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു കളക്ഷൻ ഡാറ്റ ടൈപ്പ്. കളക്ഷൻ ഡാറ്റ ടൈപ്പ് എന്ന് അറിയാമല്ലോ, നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് ഒരു സിംഗിൾ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്താണെങ്കിൽ കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഡിക്ഷണറി എന്ന് പറയുമ്പോഴത്തേനും ഓർഡേർഡ് ആണ്, ചേഞ്ചബിൾ ആണ്, ഡ്യൂപ്ലിക്കേറ്റ്സ് അലോ ചെയ്യില്ല. അങ്ങനെ ഒരു കളക്ഷൻ ഡാറ്റ ടൈപ്പ് ആണ് ഡിക്ഷണറി എന്ന് പറയുന്നത്. നമുക്കൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, എന്നിട്ട് അതിലേക്ക് കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നത്. കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കീ വാല്യൂ പെയർ ആയിട്ട് കൊടുക്കണം. ചുമ്മാ കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ ചുമ്മാ കോമ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റാണ്. സോ കീ വാല്യൂ കീ കോളൻ വാല്യൂ അങ്ങനെ വേണം കൊടുക്കാനായിട്ട്. എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ നെയിം എന്ന് പറയുന്നത് കീ, അതിന്റെ വാല്യൂ then കോമ ഇടുക. അടുത്ത കീ വാല്യൂ പെയർ കൊടുക്കുന്നത് ഒരു കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുക. പിന്നെ അടുത്തത് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമുക്കൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന് പ്രിന്റ് ചെയ്യിക്കുമ്പോഴും ഞാൻ പറഞ്ഞു ഓർഡേർഡ് ആയതുകൊണ്ട് ഈ ഒരു സെയിം ഓർഡറിൽ തന്നെ ആയിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്താലും കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് ആ ഒരു സെയിം ഓർഡറിൽ തന്നെ ഒരു കീ വാല്യൂ പെയർസ് ആ ഒരു ഓർഡർ ചേഞ്ച് ചെയ്യാണ്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഇതിന്റെ ടൈപ്പ് നോക്കുവാണെങ്കിൽ ഇത് ഡിക്റ്റ് ആയിരിക്കും ടൈപ്പ് കാണിക്കുന്നത്. ടൈപ്പ് ഓഫ് ഈ ഒരു വേരിയബിളിന്റെ ടൈപ്പ് എന്താണെന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ കണ്ടോ, ഡിക്ഷണറിയുടെ ഷോർട്ട് ഫോം ആയിട്ട് ഡിക്റ്റ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എത്ര ഐറ്റംസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലെൻ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 3 ഐറ്റംസ് ആണുള്ളത്. 3 ഐറ്റംസ് ഉള്ളതുകൊണ്ടിട്ടാണ് ഒരു 3 എന്ന് പറയുന്ന ഒരു ലെങ്ത് കിട്ടിയത്. അപ്പോൾ അത്രയാണ്. ഇപ്പോൾ ഡിക്ഷണറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു, അതിൻ്റെ ടൈപ്പ് നോക്കുന്നത് പഠിച്ചു, പിന്നെ ലെങ്ത് നോക്കുന്നത് മനസ്സിലായി. ഇനി നമുക്ക് എങ്ങനെ കീസ് വെച്ചിട്ട് ഐറ്റത്തിന് ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. നമ്മൾ സാധാരണ ഒരു കളക്ഷൻ ഡാറ്റ ടൈപ്പിൽ ഇൻഡെക്സ് വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. ഇപ്പൊ ലിസ്റ്റും ടപ്പിളും പറയുകയാണെങ്കിൽ ഇൻഡെക്സ് വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. സെറ്റ് നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഡിക്ഷണറിയുടെ കാര്യം വരുമ്പോഴത്തേന് നമ്മൾ അതിന്റെ കീ വെച്ചിട്ടാണ് ഒരു ഐറ്റത്തിനെ ആക്സസ് ചെയ്യുന്നത്. സോ ഡിക്ഷണറിയുടെ നെയിം കൊടുക്കുക, ദെൻ സ്ക്വയർ ബ്രാക്കറ്റിൽ അതിന്റെ കീ, എന്ത് കീയിലുള്ള സാധനം ഈ ഐറ്റം ആണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കീ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് കീ യൂസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഐറ്റംസ് ആക്സസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ഡിക്ഷണറിയിലുള്ള കീസ് മാത്രം വേണം. ഡിക്ഷണറിയിലുള്ള കീസ് മാത്രം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് dict1.keys എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഒരു ഡിക്ഷണറിയിലുള്ള കീസ് മാത്രം കിട്ടും. dict1.keys, ഡിക്ഷണറിയുടെ നെയിം കൊടുക്കുക, ദെൻ കീസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുക്കുക, സ്ക്വയർ റൗണ്ട് ബ്രാക്കറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു പർട്ടിക്കുലർ ഡിക്ഷണറിയിലുള്ള കീസ് ഏതൊക്കെയാണെന്ന് മാത്രം നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. ഇതുപോലെ തന്നെ വാല്യൂസ് മാത്രമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വാല്യൂസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ വാല്യൂസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ കിട്ടും. സിമിലർലി നമുക്ക് dict1.values എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് വാല്യൂസ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. വാല്യൂസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറണ്ട് ഏതാണ് നമുക്ക് നമ്മുടെ ആ ഒരു ഡിക്ഷണറിയിലുള്ള വാല്യൂസ് മാത്രമായിട്ട് അത് കിട്ടുന്നത് ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആയിട്ടാണ്. അതൊരു ലിസ്റ്റ് ആയിട്ടാണ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഐറ്റംസ് എല്ലാം നമുക്ക് വേണം. ആ ഒരു പർട്ടിക്കുലർ ഡിക്ഷണറിയിലുള്ള എല്ലാ ഐറ്റംസും വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഡിക്ഷണറിയുടെ നെയിം ഡോട്ട് ഐറ്റംസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡിക്ഷണറിക്കകത്തുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് കിട്ടും. ഓരോ കീ വാല്യൂ പെയറും ഒരു ടപ്പിൾ ആയിട്ടായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ദെൻ അതിനെ എല്ലാത്തിനെയും കൂടി ഒരു ലിസ്റ്റിൻ്റെ അകത്ത് എൻക്ലോസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ നമുക്ക് ഒരു ഡിക്ഷണറിയിൽ നിന്ന് എങ്ങനെയാണ് കീസ് കണ്ടുപിടിക്കുന്നതെന്നും വാല്യൂസ് കണ്ടുപിടിക്കുന്നതെന്നും ഐറ്റംസ് കണ്ടുപിടിക്കുന്നതെന്നും നമ്മൾ നോക്കി. ഇനി നമുക്ക് ഡിക്ഷണറിയിലെ വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമുക്ക് ആഫ്റ്റർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിക്ഷണറിയിൽ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് മുന്നേ ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ്സ് അലോ ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു ഇത് നോക്കാം. ഡ്യൂപ്ലിക്കേറ്റ്സ് എങ്ങനെ അലോ ചെയ്യാതിരിക്കുന്നതെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ ഇയറിന് 2022 കൊടുത്തു. സെയിം ഇയർ എന്ന് പറയുന്ന ഒരു കീക്ക് 2024 കൊടുത്തു. ഈ രണ്ടാമത് കൊടുത്ത വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആദ്യം കൊടുത്ത വാല്യൂ രണ്ടാമത് കൊടുത്ത വാല്യൂ വെച്ചിട്ട് ഓവർ റൈറ്റ് ചെയ്തു പോകും. അതായത് നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒരു ഡിക്ഷണറിയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കൊടുത്താലും ഡിക്ഷണറി അത് എടുക്കത്തില്ല. ഡിക്ഷണറി സെക്കൻഡ് കൊടുക്കുന്ന വാല്യൂയിലേക്കായിരിക്കും ആ കീനെ അസൈൻ ചെയ്ത് വെക്കുന്നത്. സെയിം കീ വെച്ചിട്ട് നമ്മൾ രണ്ട് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് വാല്യൂവിനായിരിക്കും പ്രയോറിറ്റി. സെക്കൻഡ് വാല്യൂ വെച്ച് ഫസ്റ്റ് വാല്യൂ ഓവർ റൈറ്റ് ചെയ്തു പോകും. ഞാൻ പറഞ്ഞു ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം. ചേഞ്ച് ചെയ്യാനായിട്ട് നേരത്തെ നമ്മൾ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു കീ യൂസ് ചെയ്ത് നമ്മൾ ആ ഒരു ഐറ്റത്തിനെ ആക്സസ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ഐറ്റത്തിലേക്ക് നമുക്കൊരു വേറെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. ആ ഒരു സെയിം കീ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ബ്രാഞ്ച് എന്ന് പറയുന്ന കീയിലേക്ക് ഇവിടെ കാണിക്കുന്ന dict1 എന്നാണ് നമ്മുടെ പേര്. ദെൻ നമ്മൾ dict1 എന്ന് പ്രിന്റ് ചെയ്ത് നോക്കുമ്പോൾ ബ്രാഞ്ചിന്റെ വാല്യൂ മാറിയില്ല. രണ്ട് ബ്രാഞ്ച് വന്നു. സോറി, ആദ്യത്തെ ബ്രാഞ്ചിന്റെ സ്പെല്ലിങ് തെറ്റായിരുന്നു. അതാണ് രണ്ട് കീ ആയിട്ട് എടുത്ത് BRANCH. ഇപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ ബ്രാഞ്ചിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഈ ഒരു കീ യൂസ് ചെയ്തിട്ട് കീന്റെ നെയിം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്കൊരു ഇത് കീ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഡിക്ഷണറിയിലെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് അപ്ഡേറ്റ് മെത്തേഡ്. സെയിം ഒരു എഫക്റ്റ് നമ്മൾ എങ്ങനെയാണ് അപ്ഡേറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുന്നതെന്ന് നോക്കാം. dict1.update അപ്ഡേറ്റിന്റെ ഉള്ളിൽ നമ്മളൊരു ഡിക്ഷണറി ആയിട്ട് കീ വാല്യൂ കൊടുക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ കൊടുത്ത പോലെ തന്നെ ബ്രാഞ്ച് സിവിൽ. ഈ പ്രിന്റ് dict1 നോക്കുമ്പോഴത്തേനും സോറി, അഗൈൻ ആ ഒരു ബ്രാഞ്ച് dict1 ബ്രാഞ്ചിന്റെ സ്പെല്ലിങ് ശരി. ഓക്കെ,
ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായി, ബ്രാഞ്ചിന്റെ വാല്യൂ ചേഞ്ച് ആയി, സിവിൽ എന്നായി. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം? ഒന്ന്, ഇൻഡെക്സ് വെച്ചിട്ട് ഒരു ഐറ്റത്തിനെ ആക്സസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ട് നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അപ്ഡേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു ഡിക്ഷണറി ആയിട്ട് കൊടുക്കുക. കീ വാല്യൂ പെയർ ആയിട്ട് ഒരു ഡിക്ഷണറി ആയിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു ഡിക്ഷണറിയിലുള്ള വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഡിക്ഷണറിയിലേക്ക് ഐറ്റംസ് ആഡ് ചെയ്യണം. ഡിക്ഷണറിയിലേക്ക് എനിക്ക് ഐറ്റംസ് ആഡ് ചെയ്യണം. അപ്പൊ ഐറ്റംസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് യൂസ് ചെയ്യാവുന്നത് ഈ ഒരു കീയിലേക്ക് അസൈൻ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു പുതിയ കീ വേണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് ഇൻഡെക്സിന്റെ ഉള്ളിൽ പുതിയ കീയുടെ നെയിം കൊടുക്കുക. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആണെങ്കിൽ റോൾ നമ്പർ എന്ന് പറഞ്ഞ ഒരു കീ കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നു. നമ്മൾ പ്രിന്റ് ഡിക്റ്റ് വൺ നോക്കുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഐറ്റം കൂടി ആഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ നോക്കുവാണെങ്കിൽ റോൾ നമ്പർ 15 നമുക്ക് ആഡ് ആയി കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അപ്ഡേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്ഡേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തേനും അപ്ഡേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തേന് 15 എന്ന് പറഞ്ഞു ഇപ്പൊ ആ ഒരു റോൾ നമ്പർ, ആ ഒരു ഐറ്റം കൂടി നമുക്ക് ആഡ് ചെയ്ത് കിട്ടി. അപ്പൊ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഇൻഡെക്സ് മെത്തേഡ് അല്ലെങ്കിൽ അപ്ഡേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി റിമൂവ് ചെയ്യാനായിട്ട് പോപ്പ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. പോപ്പിന്റെ ഉള്ളിൽ കീ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ പോപ്പ് ഐറ്റം എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. പിന്നെ ഡെൽ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ആദ്യം നമുക്ക് പോപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഡിക്റ്റ് വൺ ഡോട്ട് പോപ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കീ കൊടുക്കുക. ഏത് കീയിലെ വാല്യൂ ആണ് എനിക്ക് പോപ്പ് ചെയ്ത് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇയർ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഇയറും ആ ഒരു കീ വാല്യൂ പെയർ നമുക്ക് പോപ്പ് ചെയ്ത് പോകും. കണ്ടോ? അങ്ങനെയാണ് പോപ്പ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. പോപ്പ് ഐറ്റം ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഐറ്റം ആയിരിക്കും നമുക്ക് പോകുന്നത്. പോപ്പ് ഐറ്റം ആകുമ്പോൾ ലാസ്റ്റ് ഉള്ള ആ ഒരു കീ വാല്യൂ പെയർ ആയിരിക്കും നമുക്ക് ഡിലീറ്റ് ആയി പോകുന്നത് നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന്. അതാണ് പോപ്പ് ഐറ്റം. ദെൻ നമുക്ക് ഡെൽ കീവേഡ് യൂസ് ചെയ്തിട്ടും കൂടി ചെയ്യാം. ഡെൽ കീവേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഡെൽ കീവേഡ് യൂസ് ചെയ്യുക. ഡിക്റ്റ് വണ്ണിൻ്റെ ഉള്ളിൽ ഏതാണോ ആ ഒരു ഇൻഡെക്സ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇൻഡെക്സ് അല്ല, ആ ഒരു കീ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. ഇപ്പം എനിക്ക് ബ്രാഞ്ച് ആണെങ്കിൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് നമുക്ക് ബ്രാഞ്ചും ആ ഒരു അതിൻ്റെ വാല്യൂ, ആ ഒരു കീ വാല്യൂ പെയർ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്ത് പോകാൻ പറ്റി. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡിക്ഷണറിയിലുള്ള എല്ലാ വാല്യൂസും ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിൻ്റെ അകത്തുള്ള എല്ലാ വാല്യൂസും ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തെ വാല്യൂസ് ക്ലിയർ ചെയ്യാൻ പറ്റും. ക്ലിയർ മെത്തേഡാണ്. സോർട്ട് ബ്രാക്കറ്റ് യൂസ് ചെയ്യണം, എന്നാലേ വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എം ടി ഡിക്ഷണറിയാണ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടിയത്. അതുപോലെ തന്നെ ഡി എൽ കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിക്ഷണറി ഡിലീറ്റ് ചെയ്യാം. അപ്പം എൻ്റെ ആ ഒരു ഡിക്ഷണറി ആയിരിക്കും നമുക്ക് ഡിലീറ്റ് ആയി പോവുക. പിന്നീട് നമുക്ക് അതിൻ്റെ അകത്തൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, അങ്ങനെ നമുക്ക് ഡിക്ഷണറി ഡിലീറ്റ് ചെയ്യാം. ദെൻ നമുക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഡിക്ഷണറിയിൽ നിന്ന് ഐറ്റംസ് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, എല്ലാ കീസും പ്രിന്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ലൂപ്പ് എഴുതാൻ നോക്കാം. ഞാനിപ്പോൾ ഫോർ എക്സ് ഇൻ ഡിക്റ്റ് 1 എന്നിട്ട് പ്രിന്റ് എക്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള എല്ലാ കീസുമാണ് കിട്ടുക. ഈ എക്സ് പോയിന്റ് ചെയ്യുന്നത് ആ ഒരു ഡിക്ഷണറിയിലുള്ള കീസിനെ ആയിരിക്കും. സോറി, ഡിക്റ്റ് 1 ഈസ് നോട്ട് ഡിഫൈൻഡ്. ആ ഒരു ഡിക്ഷണറിയിലുള്ള എല്ലാ കീസിനെ ആയിരിക്കും എക്സ് പോയിന്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നെയിം, ഇയർ, ബ്രാഞ്ച്, ഇയർ എന്ന് പറയുന്ന എല്ലാ കീസും നമുക്ക് കിട്ടി. ഇനി വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഡിക്റ്റ് 1 ഓഫ് എക്സ് എന്ന് കൊടുക്കുക. അതായത് ഉള്ളില് അതിന്റെ കീ വരുന്ന വിധത്തിൽ ഇൻഡെക്സ് പോലെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് വാല്യൂസ് കിട്ടും. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഇതിന്റെ പർട്ടിക്കുലർ ഇതിന്റെ വാല്യൂസ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കീയും വാല്യൂസും വേണമെന്നുണ്ടെങ്കിൽ 4x, y എന്ന് കൊടുക്കുക. y in dict 1 ഡോട്ട് ഐറ്റംസ് കൊടുക്കുക. ഐറ്റംസ് നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നു, ഐറ്റംസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. ഡിക്റ്റ് 1 ഡോട്ട് ഐറ്റംസ് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് പ്രിന്റ് എക്സ് കോമ വൈ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കീയും വാല്യൂവും കിട്ടും. ഡിക്റ്റ് 1 നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള അത് കമന്റ് ചെയ്ത് വെച്ചേക്കാണ്. അതൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ നോക്കുവാണെങ്കിൽ കീ വാല്യൂ പെയർ കിട്ടി. അപ്പൊ ഇത്രയാണ് ഡിക്ഷണറിയുടെ ഓപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ കളക്ഷൻ ഡാറ്റ ടൈപ്സിന്റെ വീഡിയോ ഇന്നത്തെ കൊണ്ട് കഴിഞ്ഞു. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.